കുഞ്ഞുങ്ങളെ പാട്ടുകൾ പാടി ആ പാട്ടിനനുസരിച്ച് ആ കുഞ്ഞുങ്ങളെ തലയൊക്കെ ആട്ടി നല്ല സന്തോഷമാണ്. എനിക്ക് തോന്നുന്നു ആശ്ചര്യമായി ഈ പാട്ടുകളൊക്കെ ആയിരിക്കും തന്റെ ഭക്തന്മാർക്ക് കർത്താവ് കൊടുക്കുന്നത്. ചിലര് പറയുമല്ലോ, ആത്മാവിൽ പാട്ട് എഴുതി കർത്താവ് പാട്ട് വന്നു. എനിക്ക് ആ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ആ പാട്ടുകളായിരിക്കാം ഓരോ വ്യക്തികൾക്കും കർത്താവ് കൊടുക്കുന്നത്. പാട്ട് കേട്ടിട്ടില്ല, മനസ്സിലായോ? തീർച്ചയായിട്ടും ആ ഇവിടെ തിരിച്ചെന്റെ ആത്മാവ് ഞാൻ തിരിച്ചു ഭൂമിയിൽ വരുമ്പോൾ എന്റെ ശരീരത്തിലായിരിക്കുമ്പോൾ ഞാൻ ആ കേട്ട ട്യൂൺ ഇങ്ങനെ ഞാൻ ഓർക്കാറുണ്ട്. ഓർത്തോർത്ത് ഏകദേശം 65 പാട്ടോളം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ പാട്ടൊന്ന് പാടിക്കേ, ഞങ്ങളൊന്ന് കേൾക്കട്ടെ, എല്ലാവർക്കും ഒന്ന് കേൾക്കാം. സ്വർഗത്തിലെ പാട്ട് ഇവിടെ കേൾക്കാന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമല്ലേ. എനിക്കൊരു ട്യൂൺ അതൊന്നും വേണ്ട, പക്ഷെ പാടിയ ആ രീതി വേർഡ്സ് ഓർമ്മയുണ്ടെങ്കിൽ ഒന്ന് പാടിക്കേ. 2 വരി ഞാൻ പാടാം, കൂടുതലും അത്ര അറിയില്ല. 2 വരി ഞാൻ പാടാം. ഒരു പാട്ട് ഒരു വചനത്തിൽ ആസ്പദമാക്കിയൊരു പാട്ടാണ്. ആ പാട്ട് ഇപ്രകാരമാണ്. ആ വചനം ഒരു ഇടയിൽ 100 ആടുകളുണ്ട്. നമ്മളെല്ലാം നല്ല ഇടയുടെ കാര്യം വചനത്തിൽ വായിക്കുന്നുണ്ട്. അതിനെ ആസ്പദമാക്കിയ കഥ പാട്ടായിട്ട് അവിടെ പാടുന്ന ഞാൻ കേൾപ്പിച്ചു. ആദ്യം ആ പാട്ടിന് അർത്ഥം അവസാനം വരുന്നത് നമ്മൾ വചനം വായിക്കുമ്പോൾ മുൾപ്പടർത്തി കിടന്ന ആ ആടിനെ ഇടയിൽ കണ്ടെത്തി. 100 ആടുണ്ടായിട്ട് കാണാതിനെ തിരഞ്ഞു വന്ന നല്ല ഇട. ആ ഇടയിൽ ആടിനെ കിട്ടി സന്തോഷത്തോടെ അതിനെ ആ സന്ധിയിലേക്ക് കൊണ്ടു. അതുപോലെ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ച് കർത്താവ് സ്വർഗം അധികമായി സന്തോഷിക്കുന്നുവെന്നും ദൈവനെ പഠിപ്പിച്ചു. ആ പാട്ട് ഇപ്രകാരമാണ്. 2 വരി മാത്രം ഞാൻ പാടും. അതിങ്ങനെയാണ്. ഒരു ദിവസം 100 ആടുകളെ ഒരു ഇടയൻ മേച്ചിരുന്നു. ഒരു ദിവസം 100 ആടുകളെ ഒരു ഇടയൻ മേച്ചിരുന്നു. കണക്കു നോക്കി നല്ലിടയൻ ഒരു ജനത്തെ കാണുന്നില്ല. കണക്കു നോക്കി നല്ലിടയൻ ഒരു ജനത്തെ കാണുന്നില്ല. ബഹുദൂരം തിരഞ്ഞതിനെ അവിടെ കാണുന്നില്ല. ബഹുദൂരം തിരഞ്ഞതിനെ അവിടെ കാണുന്നില്ല. മുൾപ്പടർത്തി കിടന്നതിനെ കരകയറ്റി. ആ ഒരു പാട്ട് എല്ലാവരും കേട്ടിരിക്കുവാണോ? പാട്ട് കേൾക്കുമ്പോൾ ആക്ഷൻ സോങ്ങായിട്ടോടെ പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ എല്ലാരും തലയാട്ടി ഈണത്തിനനുസരിച്ച് പാടുന്ന കാഴ്ച ഇവരോട് പറയാൻ വയ്യ. ഇവർ ശരിക്കും എനിക്ക് എന്നൊരു ആഗ്രഹം എന്റെ മനസ്സിൽ, കർത്താവ് ഇത് എന്നെ മാത്രമല്ല ഇതിനുള്ള സകല ആളുകളെ യേശുവേ ഈ അനുഭവത്തിൽ കൊണ്ടുപോകണം. എന്നാലേ അവർക്ക് മനസ്സിലാകത്തുള്ളൂ ഇതൊക്കെ അവിടെ ഉണ്ട്, ഇത് റിയലാണ്, ഇത് റിയാലിറ്റി എന്താണെന്നത് സത്യം. അപ്പൊ ഇവിടെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ അവിടെ യേശുവിന്റെ കൂടെ ഉണ്ട്. തീർച്ചയായിട്ടും ഞാനിത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മാതാപിതാക്കൾ, ചിലപ്പോൾ അബോർഷൻ ചെയ്ത മാതാപിതാക്കൾ അവർ ആ നിമിഷം ഒന്ന് ഓർക്കുമായിരിക്കാം, എന്റെ കുഞ്ഞിനെ ഞാൻ അറിയാതെ ആ കുഞ്ഞിനെ ഞാൻ കളഞ്ഞല്ലോ, എന്റെ താല്പര്യത്തിന് വേണ്ടി കളഞ്ഞല്ലോ. എന്നാൽ എന്റെ ആ കുഞ്ഞിനെ ആ മുഖം കാണാതെ പോയി. എന്നാൽ അത് യേശു അവനെ പരിപാലിക്കുന്നുള്ള സത്യം ഈ നിമിഷമായിരിക്കാം ഒരു പക്ഷെ അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. നിങ്ങൾ കേൾക്കുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, വളരെ വിലയേറിയ ചില സത്യങ്ങളാണ് നാം ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മനോഹര രാജ്യമുണ്ട്, ദാറ്റ് ഈസ് സോ റിയൽ. സ്വർഗം തികച്ചും ഒരു യാഥാർത്ഥ്യമാണ്. അതാര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവവചനം, ആകാശവും ഭൂമിയും മാറിപ്പോവും എങ്കിലും അവന്റെ വചനങ്ങൾക്കൊന്നിനും മാറ്റമില്ലെന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനത്തിന് വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്ന കാര്യമാണ്. എന്നാൽ അത് പോവാനും കാണുവാനും ആത്മശരീരത്തിൽ അവിടെ പോവാനുള്ള ഭാഗ്യം ശാരൻ ലഭിച്ചു. കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് ആ മഹനീയമായ അവസ്ഥകൾ അതെന്നെ കാണിക്കുകയുണ്ടായി. ആ മഹനീയ അനുഭവത്തിൽ, ആ മനോഹര രാജ്യത്ത് മരണമില്ല, വേർപാടില്ല, നിത്യജീവൻ പ്രവേശിച്ച് സന്തോഷത്തോടെ വസിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? മറുവശത്ത് നിത്യനരകം, അവിടെ നിന്ന് രക്ഷ പ്രാപിച്ച് ഈ മനോഹര രാജ്യത്ത് വസിക്കുവാൻ നാം എന്ത് ചെയ്യണം? നാം വേറൊന്നും ചെയ്യണ്ട. ഒരുവനായി വില കൊടുത്തു കഴിഞ്ഞു, ഒരുവൻ അതിനുവേണ്ടി എല്ലാം ചെയ്തു കഴിഞ്ഞു. അവനിൽ വിശ്വസിക്കാൻ മാത്രം ചെയ്താൽ മതി. യേശുവിനെ വിളിച്ചപേക്ഷിക്കുമെങ്കിൽ, യേശുവിനെ വിശ്വസിക്കുമെങ്കിൽ, നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് യേശുവിനെ സ്വീകരിക്കുമെങ്കിൽ നിശ്ചയമായും ആ മനോഹര രാജ്യത്ത്
നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ കഴിയും. ഇവിടെ ശാരൻ ഇങ്ങനെ പറഞ്ഞല്ലോ, കർത്താവ് തന്നോട് പറഞ്ഞ കാര്യമാണ്. ഇവിടെ യോഗത്തിൽ ക്യാൻസർ തുടങ്ങിയ പല രോഗങ്ങൾ വരുമ്പോൾ ദൈവത്തെ തന്നെ അവര് തിരിച്ചു പറയാറുണ്ട്, എന്തു ദൈവം എനിക്ക് ചെയ്തു, എനിക്ക് എന്തിനു രോഗം തന്നു. ഒരിക്കലും നിങ്ങൾക്ക് ദൈവമല്ല ഈ രോഗം തന്നിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ദൈവം നിങ്ങൾ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നതിനല്ല എന്നാണ് ബൈബിൾ പറയുന്നത്. ഈ രോഗം ദൈവത്തിൽ നിന്നല്ല, പിശാചിൽ നിന്നാണ്. എന്നാൽ പിശാചിന്റെ പ്രവൃത്തി അഴിച്ചു മാറ്റുവാൻ യേശു വെളിപ്പെട്ടു. നിങ്ങൾ യേശുവിനെ മുറുകെ പിടിക്കുമെങ്കിൽ, യേശുവിനെ വിളിച്ചപേക്ഷിക്കുമെങ്കിൽ, പിശാച് നിങ്ങൾക്ക് കൊണ്ടു തന്നിരിക്കുന്ന ഈ രോഗത്തിന്റെ കെട്ടുകളിൽ നിന്ന്, ഈ പൈശാചി ബന്ധനത്തിൽ നിന്ന് നിങ്ങളെ ഉദ്ധരിച്ച് വിടുവിച്ച് സ്വതന്ത്രമാക്കുവാൻ യേശു നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു. അത് മാത്രമല്ല, മനോഹരമായ കുഞ്ഞുങ്ങളെ താൻ അവിടെ കണ്ടതായിട്ട് പറഞ്ഞു. അനേകം ഇന്നും അനേക മാതാക്കൾ അറിവില്ലായ്മ കൊണ്ട് ചെയ്യാണ്. പീരിയഡ്സ് 2-3 ആഴ്ച വന്നില്ല, അതിനെന്ന ഒരു എന്തെങ്കിലും ടാബ്ലറ്റ്സ് കഴിച്ചാൽ അതിന് വരും, നമുക്കിപ്പം ഒരു കുഞ്ഞിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് വളരെ നിസ്സാരമായിട്ടാണ് അതിനെ കരുതുന്നത്. അത് അറിവില്ലായ്മ കൊണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് രാത്രികാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. ഒരു കൊച്ച് കൺസീവ് ആകുന്ന ആ സമയം ആ കുട്ടിയുടെ ആത്മാവ് അവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ അത് ജീവനായിത്തീരുന്നു. പിന്നീട് ആ കുഞ്ഞിനെ 1 ആഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ ആയിട്ട് നശിപ്പിക്കുമ്പോൾ ഒരു ഭ്രൂണഹത്യയാണ് അവിടെ നടക്കുന്നത്, ഒരു കൊലപാതകമാണ് അവിടെ നടക്കുന്നത്. നിശ്ചയമായും ഒരു വലിയ വ്യക്തിയെ കൊല്ലുന്ന, അതിനേക്കാൾ നമ്മുടെ സ്വന്തം കുഞ്ഞിനെ നമ്മുടെ കൈകൊണ്ട് കൊല്ലുന്ന ആ ഭയങ്കരമായ ഭീകരമായ പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്. നിശ്ചയമായും നമ്മുടെ സാഹചര്യം എന്ത് തന്നെയായിരുന്നാലും ആ കുട്ടിയെ നശിപ്പിക്കാതെ, ആ കുഞ്ഞിനെ നശിപ്പിക്കുന്നത് ദൈവത്തിന് ഏറ്റവും ദുഃഖകരമായ കാര്യമാണ്. ആ കുഞ്ഞുങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, അവിടെ ഉണ്ട്. അങ്ങനെ ചെയ്യാൻ തെറ്റാണോ ശരിയാണോ, എനിക്ക് ചെയ്യാമോ എന്ന് ചിന്തിക്കുന്നവരോട് ദൈവത്തിന്റെ ആത്മാവ് തന്നെ സംസാരിക്കുന്നു. അരുതേ, നിങ്ങളങ്ങനെ ചെയ്യരുത്. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. കർത്താവ് നമുക്ക് വിവിധങ്ങളായ നിലകൾ വഴികൾ കാണിച്ചു തരുന്നു. കർത്താവിന്റെ സ്നേഹം നമ്മെ മാടി വിളിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉള്ള വിഷയങ്ങൾ, പ്രശ്നങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതെല്ലാം പരിഹാരി ക്രിസ്തു തന്നെ. ആ ക്രിസ്തുവിലേക്ക്, ആ ക്രിസ്തുവിനെ അറിഞ്ഞ് ഇവിടെ സമാധാനവും സന്തോഷവും വരുവാനിൽ നിത്യജീവനും പ്രാപിപ്പാൻ തക്കണം എന്നെ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കിൽ വിരമിച്ചു. എപ്പിസോഡുകളിൽ ശാരൻ നമ്മളോട് തന്റെ പല അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. സ്വർഗത്തിലേക്കുള്ള തന്റെ യാത്ര, അവിടെ കർത്താവ് തന്നെ കാണിച്ച മനോഹരമായ പൂന്തോട്ടങ്ങൾ, പല കാര്യങ്ങൾ താൻ നമ്മളോട് പങ്കുവച്ചു. എന്നാൽ ഇന്ന് നരകത്തിലേക്ക് കർത്താവ് തന്നെ കൊണ്ടുപോയി കാണിച്ച കാഴ്ചകളാണ്. ആ കാര്യങ്ങൾ പറയുവാനായി ഞാൻ ശാരനെ ആഹ്വാനം ചെയ്യുന്നു. കർത്താവിന്റെ സ്വർഗത്തിൽ നിന്ന് എന്നോട് പറഞ്ഞു, കുഞ്ഞെ ഇന്നു മുതൽ നീ പ്രാർത്ഥനയോടിരിക്കണം, ഒരുക്കത്തോടിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥനയോട് ഒരുക്കത്തോടെ ഇരുന്നു. അതിനുശേഷം കർത്താവ് എന്നെ വിളിച്ചു, ഇന്ന് നിന്നെ സ്വർഗത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞു. പക്ഷെ ഏതാണപ്പാ വ്യത്യസ്ത സ്ഥലം എന്ന് ചോദിക്കണം എന്നുണ്ടായിരുന്നു. എന്നാൽ കർത്താവ് ഒരു ദോഷവും എനിക്ക് ചെയ്യത്തില്ല, അവൻ നന്മയ്ക്കല്ലാതെ ഒന്നും എന്റെ ദോഷത്തിന് ചെയ്യത്തില്ല. തീർച്ചയായും കർത്താവ് ഞാൻ അത് ആഗ്രഹിക്കുന്നു, ഞാൻ വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ആത്മാവിനെ വിളിച്ചു, കർത്താവിന്റെ ആത്മാവിനെ കൊണ്ടുപോയി. അതുപോലെ സ്വർഗത്തിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടിരുന്നേ മുകളിലോട്ടായിരുന്നു എന്റെ ആത്മാവ് ഉയർന്നുകൊണ്ടിരുന്നത്. എന്നാൽ വ്യത്യസ്ത സ്ഥലം എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ആഴമേറിയ അർത്ഥം ഞാൻ ഗ്രഹിച്ചുമില്ല. ഞാൻ നോക്കുമ്പോൾ കർത്താവിന്റെ കയ്യിൽ പിടിച്ച് ഭൂമിയുടെ താഴേക്ക് എന്നെ കൊണ്ടുപോയി. നീ എന്റെ കയ്യിൽ പിടിച്ചുകൊള്ളാൻ പറഞ്ഞു, മുറുകെ പിടിച്ചുകൊള്ളാൻ പറഞ്ഞു. കർത്താവിന്റെ കയ്യിൽ ഞാൻ മുറുകെ അങ്ങ് പിടിച്ചു. ആ സമയത്ത് എനിക്ക് ആ തോന്നിയ സംരക്ഷണം എന്നെ കൈവിടത്തില്ല, ഒരു നാളും ഉപേക്ഷിക്കുമില്ല. എബ്രായ ലേഖനം ഇപ്രകാരം പറയുന്നു, ഞാൻ ഇനി ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. ആ വചനം സത്യമെന്ന് മനസ്സിലായത് എന്റെ യേശു എന്ന കാര്യത്തിൽ മുറുകെ പിടിച്ചപ്പോൾ എന്നെ വിടത്തില്ലാത്തൊരു കർത്താവ്, അന്ത്യത്തോളം കൂടെ വരുമെന്ന് വാഗ്ദത്തം വന്ന കർത്താവ്. അയ്യോ, ആ യേശു, ഇത്ര ആ യേശുവിനുള്ള പ്രാധാന്യം എനിക്ക് ആ നിമിഷമാണ് മനസ്സിലായി. എന്നെ വിടത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി, എന്നെ വിട്ടിട്ട് എങ്ങും പോകത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ടണലിനകത്തൂടെ ഞങ്ങൾ കയറുകയാണ്. രണ്ടുപേരും അതിനകത്ത് കറങ്ങി. അന്നേരം ഒന്നും എനിക്ക് ചിന്തിക്കാൻ ഒന്നും ഉണ്ടായില്ല, ഒന്നും എനിക്ക് ചിന്തയിലേക്ക് വന്നില്ല. അവിടെ ആകെ ദുർഗന്ധം വമിക്കുന്നുണ്ടായിരുന്നു. കർത്താവ് ഇത് ഏത് സ്ഥലമാണെന്നുള്ളത് യേശുവിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കി, ഒന്നും എന്നോട് മിണ്ടിയില്ല. ഞാൻ നോക്കുമ്പോൾ വലിയൊരു കറുത്ത ഇരുണ്ട ഒരു വലിയൊരു കൈ ഇങ്ങനെ ഉയർത്തി നിൽക്കുന്ന കണ്ടു. എന്നോട് പറഞ്ഞു, കുഞ്ഞെ, ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്ന
പാതാളം എന്ന നരകത്തിന്റെ ഇടത്ത് ഭാഗത്തിലൂടെയാണ് വരും. അപ്പേ എന്നോട് നേരത്തെ ഒന്നും പറയാൻ മേലായിരുന്നു. ഇത് പാതാളം എന്ന നരകമാണെന്നൊരു സത്യം ആ നിമിഷമാണ് ഞാൻ തിരിച്ചറിഞ്ഞത്. ഞാൻ പറയുന്നോളട്ടെ, അവിടെ ആകെ അവിടെ കൂരിരട്ടെ, അന്ധകാരം. അതുപോലെ തന്നെ വചനം പറയുന്നു, കെടാത്ത തീ, ചാവാത്ത പുഴുക്കൾ. ഒക്കെ നരകത്തിന്റെ പ്രത്യേകതകളാണ്. ഷാരൻ പറഞ്ഞത് നേരത്തെ മുകളിലേക്ക് പോയത് ഇപ്പോൾ താഴേക്ക്, തീർച്ചയായും ഭൂമിയുടെ അടിയിലേക്ക് പോയി എന്നാ പറയുന്നു. പാതാളം എന്ന നരകം, ആ നരകം ഭൂമിയുടെ ഉൾഭാഗത്താണെന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ഈ അടുത്ത സമയത്ത് CNN അവർ പ്രക്ഷേപണം ചെയ്ത ആ വാർത്ത ഇങ്ങനെയായിരുന്നു. അവരെ ഭൂമിക്കടിയിലേക്ക് ഖനനം ചെയ്തു പോയപ്പോൾ, വളരെ ആഴത്തിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് വലിയ കരച്ചിലിന്റെ അലർച്ചയും മുറവിളി ശബ്ദം കേൾക്കാനിടയായി തീർന്നു എന്ന് പറഞ്ഞ് CNN പ്രക്ഷേപണം ചെയ്യണമെങ്കിൽ അത് വാലിഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറയത്തുള്ളൂ. അപ്പൊ ഞാൻ ചിന്തിച്ചു, ദൈവമേ, അപ്പൊ ഇത് ഭൂമി അടിയിലാണോ ഈ നരകം എന്ന് പറയുന്നത് ചിന്തിച്ചപ്പോ മോള് പറയുന്നത് അങ്ങനെ തന്നെയാണ് നിങ്ങൾ പോയെന്നാ. തീർച്ചയായും ഭൂമിയുടെ ഉൾഭാഗത്തോട്ടാണ് അതിന്റെ. അത് ഞാൻ നോക്കി, കർത്താവേ, അവിടെ ചെന്ന്, കർത്താവേ എനിക്ക് പേടിയാ, എനിക്ക് പോകേണ്ട എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ബലപ്പെടുത്തും, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഞാൻ കർത്താവിന്റെ വാക്ക് വിശ്വസിച്ചു, ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ കൂടെ ചെന്നു. ഞാൻ പലപ്പോഴും ഞാൻ കണ്ണടച്ചു, പല കാര്യങ്ങളും എനിക്ക് കാണാൻ മേല. ഞാൻ ആദ്യമായി നോക്കിയപ്പോൾ ആണിയൊക്കെ അറച്ചിരിക്കുന്ന അനേക ആത്മാക്കളെ ഞാൻ കണ്ടു. അവയൊക്കെ ശരിക്കും പറഞ്ഞാല് അവർക്ക് മാംസവും രക്തവും ഒന്നും ഞാൻ കണ്ടില്ല, എന്നാൽ അലറുന്ന ശബ്ദം കേൾക്കാം. വളരെ ഘോരമായിട്ട് ഞങ്ങൾ പോകുന്ന ഇരുവശങ്ങളായിട്ട് കിടന്ന് അലറുന്നു. എന്നാൽ അവർക്ക് ഇടയ്ക്ക് നായുടെ പോലെ തോന്നിക്കുന്ന ഈ ശ്വാസം, കിതപ്പ് എല്ലാം കേൾക്കാം. അതൊന്നും എന്നെ എന്റെ അടുത്താണെങ്കിൽ പോലും എന്നെ തൊടത്തില്ല. എന്റെ യേശു എന്റെ കൂടെ ഉണ്ടെന്നുള്ളൊരു ഉറപ്പ് ഞാൻ മുൻപോട്ട് നീങ്ങി. എന്നാൽ ഞാൻ തിരിഞ്ഞൊക്കെ നോക്കുന്നുള്ളൂ, കാരണം എന്ത് സംഭവിക്കും എനിക്കറിയത്തില്ല. അങ്ങനൊരു സമയത്താണ്, അങ്ങനെ ഒരു സ്ഥലമായിരുന്നു ഞാൻ കണ്ടത്. ഞാൻ നോക്കുന്ന സമയത്ത് ആദ്യമായി കണ്ടത് ഇരുവർഷങ്ങളായി വലിയ അനേക കുഴികൾ. ആ കുഴി ആദ്യം ഞാൻ നോക്കി, എന്നാൽ പ്രത്യേകത ഒന്നും തോന്നിയില്ല. കർത്താവിനോട് നോക്കാൻ പറഞ്ഞപ്പോൾ വലിയ 18 അടി 15 അടിയോളം അഗാധമായ കുഴികൾ, തീർത്തും തീ കനലുകൊണ്ട് നിർമ്മിച്ച കുഴികൾ എനിക്ക് ആ സമയത്ത് അവിടെ കാണുവാനിടയായി. ആ കുഴികൾ എന്ന് പറഞ്ഞാൽ, അയ്യോ, അവിടെ ഇരുന്ന് കർത്താവിന്റെ കുഞ്ഞെ നീ കാണാൻ പറഞ്ഞപ്പോൾ ഏതോ ഒരു ശബ്ദത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ ബന്ധപ്പെട്ട് ഇങ്ങനെ കയറി വീഴുന്ന വല്ലാത്തൊരു വോയിസ്, എനിക്ക് ആ വോയിസ് പോലും പറയാനറിയില്ല. അങ്ങനെ കയറി അണച്ചണച്ച് അസ്ഥിപഞ്ചരം മേളോട്ട് കയറി വരുന്ന ഞാൻ കണ്ടു. കർത്താവേ എന്ന് പറഞ്ഞ് ഞാൻ പോകും. കാരണം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, ആ സയൻസ് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു അസ്ഥിപഞ്ചരത്തിന്റെ മരിച്ച അസ്ഥി കൊണ്ട് പഠിക്കാൻ വെക്കുമ്പോ തന്നെ പിള്ളേർക്ക് പേടി. അപ്പൊ ജീവിക്കുന്ന ഒരു അസ്ഥി ഇങ്ങനെ അനക്കുപോലെ ചലിക്കുന്ന ഒരു അസ്ഥി അങ്ങോട്ട് മേളോട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ യേശുപ്പിച്ചതിന്റെ പുറകിലോട്ട് അങ്ങ് മാറി. ഞാൻ നോക്കുന്ന നിമിഷം ഈ അസ്ഥി സംസാരിക്കുന്നു, അത് ഇങ്ങനെ സംസാരിക്കുന്നു എനിക്ക് കാണാമായിരുന്നു. എന്നാൽ ഞാൻ നോക്കുമ്പോൾ ആ കർത്താവിനെ തിരിച്ചറിഞ്ഞു, യേശുവേ എന്നെ വിടുവിക്കണമേ എന്ന് ആ ഭാഷ കർത്താവ് എനിക്ക് മനസ്സിലാക്കി തന്നു. എന്നാൽ അത് മലയാളം ഭാഷയല്ലായിരുന്നു. എന്നാൽ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഈ അസ്ഥി ഒരു സ്ത്രീയാണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം ആ വർത്തമാനം കേട്ടപ്പോഴാണ് ഇതൊരു സ്ത്രീയാണെന്ന് മനസ്സിലായത്. ഈ ആത്മാവ് ഒരു അസ്ഥി മഞ്ജരമായിട്ടാണ് ഞാൻ നരകത്തിൽ കണ്ടത്. ഞാൻ നോക്കുമ്പോൾ കർത്താവോട് അനേക കാര്യങ്ങൾ പറഞ്ഞു. അതിനു മുന്നേ യേശു എന്നോട് പറഞ്ഞു, ഇവൾ ഞാൻ അറിയുന്ന ഒരു ദൈവ പൈതലായിരുന്നു. കുഞ്ഞെ, നിനക്കറിയണമോ ഇവൾ എങ്ങനെ ഈ നരകത്തിലെത്തി, എങ്ങനെ ഈ നാരിക ശിക്ഷയ്ക്ക് ഇവൾക്ക് വിധിക്കപ്പെട്ടു എന്ന് നീ അറിയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ കർത്താവ് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, ചെറുപ്പം മുതലേ ഞാൻ അവളെ അറിഞ്ഞു. അവൾ ചെറുപ്പം മുതലേ എന്നോടുള്ള സ്നേഹത്തിൽ വളർന്നു പോരുന്നു. അവൾ സൺഡേ സ്കൂളിൽ പോകും, അവൾ അനേക നല്ല കാര്യങ്ങൾ ചെയ്തു, പള്ളികളിൽ പോകും, എല്ലാം ചെയ്യും. എന്നാൽ കുഞ്ഞെ സഭകളിൽ പോകുമ്പോൾ ആ ചെറു പ്രായത്തിൽ തന്നെ അവൾ കല്യാണം കഴിച്ചു. എന്നാൽ ലോകപരമായ രീതിയിൽ അവൾ ജീവിച്ചപ്പോൾ 40-ാം വയസ്സിൽ അവിടെ ഭർത്താവ് അവൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. എന്നാൽ പിന്നീടുള്ള അവളുടെ ജീവിതം ഈ ലോകത്തിന് വേണ്ടിയിട്ടായിരുന്നു. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അവൾ സഭകളിൽ പോകുമ്പോൾ, ആരാധനകളിൽ പോകുമ്പോൾ എല്ലാം അറിയാവുന്ന ഇവൾ അവിടെ ചെന്ന് അവിടെ വെറുതെ ഒരു ആരാധന കൂടി, അല്ലെ സഭ ആരാധന കൂടി, പാസ്റ്റർ പറഞ്ഞ കേട്ട് ആമേൻ പറഞ്ഞ് പോരുന്നതിനേക്കാൾ ഉപരി
അനേക ആ പുരുഷന്മാര് ആകർഷിക്കാൻ വേണ്ടിയിട്ട് അവളോട് ചെന്നു, പാപത്തിൽ വീഴ്ത്തുകയും തിരിച്ച് വീട്ടിൽ ആ വിശുദ്ധ പകൽക്കാലം ദൈവത്തെ ആരാധിക്കേണ്ട ആ പകൽ അവൾ അനേകരെ മോഹത്തിനടിമയാക്കി തിരിച്ച് വീട്ടിലേക്ക് പോയി പാപം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടായി. അങ്ങനെ അനേക പ്രാവശ്യം ഇത് തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവിടെ ചെറുപ്രായത്തിൽ തന്നെ ഒരു ആക്സിഡന്റ് ചെയ്തു ഒരു മാനസാന്തരപ്പെടാൻ പോലും അവസരമില്ലാതെ അവൾ ഇന്ന് ഈ പാതാളം എന്ന നരകത്തിൽ എത്തിപ്പെട്ടു എന്ന് കർത്താവിനോട് പറഞ്ഞു.